സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഭക്ഷണം കപ്പ, കാച്ചില്, ചേമ്പ്. പിന്നെ ഇത് നമ്മുടെ അമരപ്പയറാണ്. അമരപ്പയർ നമ്മുടെ അവിടെ പറയും, ഇവരൊക്കെ പറയുന്നത് കൊത്തമര എന്ന് പറയും. ഞാൻ എൻ്റെ ആയിട്ടുള്ള സ്റ്റൈലിലൂടെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താവും നമുക്കറിയില്ല. ഇവിടെ അടുക്കള ഉണ്ടായിരുന്ന എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട്. ഉള്ളത് പോലെ പറയണം, കൊള്ളത്തില്ല എന്ന് പറയണം, നല്ലതാണെന്ന് പറയണം. അങ്ങനല്ലേ? നാളെ രാവിലെ മസാല ദോശ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തരുമോ? ഓക്കെ. മസാല ദോശ, സെയിന്റ് കിഡ്സ് മസാല ദോശ. ഇതെവിടെ കൊണ്ടുപോകുന്നത്? സെയിന്റ് കിഡ്സിലെ സെയിന്റ് കിഡ്സിലെ മലയാളിയുടെ കൃഷിസ്ഥലം അല്ലേ, കാണാൻ വേണ്ടി പോവാണ്. ഓ വാവ്, കൊള്ളാലോ. അപ്പൊ മലയാളി കേരളത്തിൽ കൃഷി ചെയ്തില്ലേലും മലയാളി ഇവിടെ കരീബിയൻ ഐലൻഡിൽ വന്ന് കൃഷി ചെയ്യും അല്ലേ? ആണോ? ആ, അതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റി പറയണ്ടല്ലോ. മലയാളി കേരളത്തിലും കൃഷി ചെയ്യും, കരീബിയനിലും കൃഷി ചെയ്യും. അങ്ങനെ നമുക്ക് മാറ്റി പറയാം അല്ലേ? ഈ വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ, വെണ്ടയ്ക്ക, മുളക്, കാന്താരി, അടിപൊളി. അത് കൊത്തമര, അതൊരു പുതിയ പ്രൊഡക്റ്റ് ഇപ്പൊ വന്നാണ്. അവിടെ ചേട്ടനവിടെ എയർപോർട്ടിനടുത്താ. നമുക്ക് ഡ്രോണൊന്നും പുറത്താൻ പറ്റത്തില്ല. ഓ, ഇത് നമ്മുടെ പുതിനയല്ലേ? പുതിന അല്ലേ? പുതിനയല്ലേ? ഹലോ, നമസ്കാരം. നമ്മള് ബ്ലോഗ് കണ്ടിട്ടുണ്ട്. ഇപ്പൊ നേരിട്ട് കണ്ടതിൽ വളരെ സന്തോഷം. എന്താ ചേട്ടന്റെ പേര്? എന്റെ പേര് മനോജ്. മനോജ്. എവിടെ നാട്ടില്? നാട്ടില് പത്തനംതിട്ട. എവിടെ? പത്തനംതിട്ട കുമ്പഴ അറിയോ? കുമ്പഴന്നൊരു അവിടെ എവിടെ അറിയാവുന്ന? ഞാൻ കോഴഞ്ചേരിക്കാരനല്ലേ. കോഴഞ്ചേരി എവിടെ? ഞാൻ കോഴഞ്ചേരിക്കാരനല്ലേ. കോഴഞ്ചേരി ടൗണിൽ തന്നെയാണ് എന്റെ വീട്. കോഴഞ്ചേരി ടൗണിൽ തന്നെ? കോഴഞ്ചേരി കോളേജിന്റെയും അതേപോലെ തന്നെ കോഴഞ്ചേരി സ്കൂളിന്റെ ഒക്കെ പുറകില്, മറ്റേ ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്ത്. അറിയോ കോഴഞ്ചേരി? നാടൊക്കെ പത്തനംതിട്ട വീട്ടിൽ എത്ര നാളായി? ഞാൻ പത്തനംതിട്ട വിട്ടിട്ട് ഞാൻ കുറെ നാള് CRPF-ലായിരുന്നു. 23 വർഷം. 23 വർഷം CRPF-ലോ? അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 11 വർഷമായി. ഇത് 11ാമത്തെ വർഷമാണ്. കാശ്മീരിലായിരുന്നോ? കാശ്മീരിലായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സർവീസ്. ഞാൻ 9 വർഷം കാശ്മീരിൽ ചെയ്തതാണ്. ശരി. കാരണം കാശ്മീർ മൊത്തം CRPF-ന്റെ കസ്റ്റഡിയിലാണല്ലോ. അത് ആ പീക്ക് സീസണിലാണ് ഞാൻ അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. അതായത് 94 മുതൽ ഒരു 99 വരെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു കോഴ്സ് ചെയ്യാൻ പോയി, കൗണ്ടർ ഇൻസർജൻസി. ശരി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒരു 4 വർഷം അവിടെ പോയി. ആദ്യം ഒരു 5 വർഷമായിരുന്നു, പിന്നെ ഒരു 4 വർഷം. 2000 മുതൽ എനിക്ക് തോന്നുന്നു 2005-06 വരെ. ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? ഇവിടെ എൻ്റെ ഒരു അളിയൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പെൻഷനായി. ഞാൻ 2014 പെൻഷനായി, വോളണ്ടറി പെൻഷൻ. CRPF-ന്ന് പെൻഷനായി. ശരി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അളിയന്റെ ഒരു കെയർഓഫിൽ ഞാൻ ഇങ്ങോട്ട് പോന്നു. നമുക്കൊരു ത്രില്ല് പോലെ തോന്നി വെളിയിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഞങ്ങള് ഇത് കളിക്കാൻ വേണ്ടി കോർട്ട് ഉണ്ടാക്കാനല്ലേ നമ്മൾ ആദ്യം അവിടെ ക്ലീൻ ചെയ്ത്, മാനുവലിന്റെ സ്ഥലം. നമ്മളവിടെ കോർട്ട് ഉണ്ടാക്കാൻ എന്തിനോ വേണ്ടിയാണ് അവിടെ ക്ലീൻ ചെയ്യാൻ പോയത്. അപ്പം പറഞ്ഞു ഇത് ചരിവുണ്ടാണ്ട് നമുക്ക് അവിടെ കൃഷി തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കൃഷി തുടങ്ങി? ഇതിപ്പോ എത്ര സെന്റ് സ്ഥലം? ഇവിടെയല്ല, അത് നമ്മുടെ ഈ കാണുന്ന മലയുടെ മേളിലല്ല നിങ്ങൾ കൃഷി ചെയ്യുവാണോ? പിന്നെ നമുക്ക് ഈ മല മൊത്തം കൃഷി ഇറക്കാൻ ചേട്ടാ. നല്ല ലാഭമാണ്. നല്ല ലാഭം എന്ന് പറഞ്ഞാൽ ഇവിടെ പച്ചക്കറിക്ക് ഭയങ്കര വിലയാണ്. അതായത് 1 കിലോ പച്ചക്കറി വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇവിടെ തന്നെ അങ്ങനെയാണ്, എക്സ്പെൻസീവ് ആണല്ലോ. ഒരു 3 കിലോ ചിക്കന്റെ വിലയാവും. മീറ്റ് ആണ് വില കുറവ്. മീറ്റ് വില കുറവാണ്. ഇവിടെ എന്തൊക്കെയാ കാണിച്ചേ? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇത് മുളക് ഒരു പ്രാവശ്യം ഇത് വിളവെടുത്ത് കഴിഞ്ഞ് രണ്ടാമത് ഉണ്ടായി വരുന്നു. എന്ത് മുളകാ? പച്ചമുളക് ഇവിടെ ഇന്ത്യൻസ്. ഇത് നമ്മുടെ മറ്റേ ഇന്ത്യൻ ടൈപ്പ് മുളക് തന്നെയല്ലേ? ഇതിനിവിടെ പറയുന്നത് തായ് ചില്ലി എന്ന് പറയും. അത് ശരി. അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മുടെ അമരപ്പയറാണ്. അമരപ്പയർ നമ്മുടെ അവിടെ പറയും, ഇവരൊക്കെ പറയുന്നത് കൊത്തമര എന്ന് പറയും. നമ്മുടെ നാട്ടിലെ മറ്റേ ചെറിയ പയർ, അമരപ്പയർ അല്ലേ? ആണോ? അമരപ്പയർ അറിയില്ല. ഏത് പയറ് കണ്ട എന്നിട്ട് ഞാൻ പറയാം ഏതാ. ഇത് ഞങ്ങൾ അമരപ്പയർ എന്നാ പറയുന്നതിനെ. അത് തന്നെ. ഇതല്ലേ ഇത്? ഓ ഇതാകെ കൺഫ്യൂഷൻ ആണല്ലോ. അമര അത്രയല്ലേ ഉള്ളൂ. അതാ അമരയാണോ കൊത്തമരയാണോ? നമുക്ക് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ അമരക്കാന്നാ പറയുന്നത്.
അമരക്ക എന്ന് പറയും. ഞങ്ങൾ പത്തനംതിട്ടക്കാർ അമരക്ക എന്ന് പറയും. നിങ്ങളെ നാട്ടുകാർ എവിടെ എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല. ശരി, ഞാനിപ്പോ കൊച്ചിയിലാ. ഞാനിപ്പോ പത്തനംതിട്ടയായിരുന്നു, പക്ഷെ ഞാനിപ്പോ കൊച്ചിക്കാരനായി. പിന്നെ ഇത് നമ്മുടെ പുതിനയിലേ അല്ലേ? പുതിനയാണ് കംപ്ലീറ്റ്. ഈ 2 ലൈൻ ഇതിപ്പോ കട്ട് ചെയ്തേക്കുന്നതാണ് ഞാൻ ഒരു വീക്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത്. ശരി. പിന്നെ നമ്മുടെ കപ്പ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തണ്ടാണ്. നാടൻ കപ്പ. ഇവിടെ നാട്ടിൽ നിന്നൊന്നും സീഡൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. കസ്റ്റംസുകാർ പിടിക്കും. അത് ചേട്ടൻ അതിന്റെ കൃഷി കഴിഞ്ഞു. അതിന്റെ ഇത് കഴിഞ്ഞല്ല, ഇത് ഇനി രണ്ടാമത് വരുമ്പം റെഡി ആയിക്കോളും. അത് ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടിയായിരുന്നു. അത് ശരി. ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അല്ല, അപ്പം ചേട്ടനപ്പ ഇപ്പൊ ഫുൾ ടൈം കൃഷി തന്നെയാണോ? ഇല്ല, ഞാനിതൊരു പാർട്ട് ടൈം എന്റെ ഒരു ഇതാണ്, ഒരു ഹോബി പോലെ ചെയ്യുന്നു. പക്ഷെ ഇതെന്റെ ശമ്പളത്തെക്കായി എനിക്ക് ഇത് കിട്ടുന്നത്. ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു സ്വന്തമായിട്ടൊരു കമ്പനി, ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ് ചെയ്യുന്നത്. ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ചെയ്യുന്നത്. അത് ക്ലച്ച് പിടിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ. എന്തെങ്കിലും സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ഒരു കണ്ടെയ്നർ ഇവിടെ ഞാൻ എന്റെ ഒരു കണ്ടെയ്നർ അൺലോഡ് ആയിക്കൊണ്ടിരിക്കും. ഞാൻ അതിനുവേണ്ടി വന്നാണ്. അപ്പൊ ഞാൻ ഓർത്തു അവിടെ എന്താ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? ഞാൻ ഷിപ്പിംഗ് ഇമ്പോർട്ട്. ഇപ്പൊ എന്ത് സാധനങ്ങള്? ഏത് സാധനം വേണമെങ്കിലും. ആണോ? അത് ശരി, വെരി ഗുഡ്. പിന്നെ അപ്പൊ ഇതിപ്പോ കൃഷി അതൊന്നും ഇല്ലല്ലേ? നാട്ടിൽ പോയി കഴിഞ്ഞാണ്ടല്ലോ ഇവിടുന്ന് ബോംബെയിൽ തന്നെ ശരി. അല്ല, കൃഷി ഞാനിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ വലിയ വലിയ കടക്കാരുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടുത്തെ ഒരു കമ്പനിയുടെ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡെൽറ്റ പെട്രോളിയത്തിന്റെ. അതിന്റെ ഇപ്പം റീസെന്റ് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി കൃഷി എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ ഇവിടെ? എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആള് വേണം. പിന്നെ നമ്മളൊരു മോസ്റ്റ്ലി ഒരു 50% ടൈം ഇതിനകത്ത്. ഇവിടെ പിന്നെ ലേബർ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ അല്ലേ? ലേബർ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഒരു ഗവൺമെന്റുമായിട്ടൊരു കോൺടാക്റ്റിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, ലേബറെ ഫ്രീ ആയിട്ട് കിട്ടാൻ. തൊഴിലുറപ്പുണ്ട് ഇവിടെ? അതുകൊണ്ടല്ലേ ഇവിടെ? ഇപ്പൊ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയി. അതായത് വെളിയിൽ നിന്ന് ജോലിക്കൊക്കെ ഭയങ്കര. ശരി, ഓക്കെ. വേറെ എന്തൊക്കെയാ ഇവിടെ ഉള്ള? കാണിച്ചേ നോക്കട്ടെ. അപ്പ ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ ട്രോപ്പിക്കൽ കാലാവസ്ഥ ആയതുകൊണ്ട് എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? നാട്ടിലെ സെയിം കാലാവസ്ഥയല്ലേ? നമ്മള് ദ്വീപല്ലേ? ശല്യമാണ്. മറ്റേ കുരങ്ങന്മാരുണ്ടല്ലോ. ആണോ? അമ്മാര് വന്ന് ഒടിച്ചു കളയുന്നതാണ്. ഇതിന്റെ മണ്ടയൊക്കെ കണ്ടോ? അതിന്റെ മണ്ട കണ്ടോ ഒടിച്ചേക്കുന്നത്? അമ്മാര് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോ അല്ലേ? അത് മാത്രമല്ല, ഫെൻസിങ് ചെയ്താലും കുരങ്ങന്മാര് ചാടി വരും. ഇതൊരു നമ്മള് ആനിമൽസ്, അതായത് നമ്മള് വളർത്തുന്ന ആനിമൽസിനെ കീപ്പ് ഔട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറെ പരിപാടി നടക്കുകയല്ല. ഇതെല്ലാം ഒടിച്ചു കളഞ്ഞല്ലേ? ശരി. കപ്പയൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഈ കപ്പ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ വരത്തനായിട്ട് വന്നൊരു സാധനമാണ് കപ്പ. നമ്മൾ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണമായി മാറിയെന്നുണ്ടെങ്കിലും ഈ കരീബിയൻ നാടുകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഭക്ഷണം കപ്പ, കാച്ചില്, ചേമ്പ്. ഇത് ഭയങ്കര വിലയാണ്. പിന്നെ കാച്ചിലും ചേമ്പൊക്കെ ഭയങ്കര വിലയാണ്. പ്രൊഡ്യൂസ് ഐറ്റം ഭയങ്കര വിലയാണ് ഇവിടെ. ആണല്ലേ? ഇവിടെ ഈ കൊത്തമര എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടി വന്ന 100-150 രൂപ വില. അവർക്കറിയത്തില്ല. 1-2 പേര് തന്നെ ഇവിടെ ആൾക്കാർ പോകുമ്പോഴേ അവർക്ക് കാണിച്ചു കൊടുക്കാം. അവര് കണ്ടിട്ട് ഇതെന്താണെന്നൊക്കെ അവര് എടുത്തോണ്ടൊക്കെ പോകും. പക്ഷെ അവർക്ക് ഇത് അറിയില്ല. ഇത് ശരിക്കും ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ കപ്പ പുഴുങ്ങിയതും ചേമ്പ് പുഴുങ്ങിയതും അല്ലെ, കാച്ചിൽ പുഴുങ്ങിയതും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലേ? അങ്ങനത്തെ ഫുഡാണ് ഇവർ കഴിക്കുന്നത്. അതായത് ഒരു എന്താ പൗഷ്ടികമായിട്ടുള്ള ഒരു ഫുഡ്. പ്ലാന്റെയിൻ നമ്മുടെ പഴം ഇവര് വെറുതെ മാവൊന്നും മുക്കാതെ മറ്റേ എണ്ണയിലിട്ട് വറുത്തെടുത്ത് ഗ്രില്ല് ചെയ്ത പോലെയൊക്കെ കഴിക്കും. ബോയിൽ ചെയ്ത് കഴിക്കും. അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അത് ഞാനിപ്പോ നാട്ടിൽ പോയി ട്രൈ ചെയ്യാൻ പോവാണ്. അതായത് മാവ് മുക്കാത്ത പഴംപൊരി. അത് നല്ലൊരു കരീബിയൻ സ്റ്റൈൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. വീണ്ടും ഒരു മുളകിന്റെ 4 ലൈൻ കയറ്റിയിരിക്കുന്നു. ഇവിടെ കാന്താരി പോവോ? കാന്താരി പക്ഷെ ഇവിടെ മാർക്കറ്റ് ഇല്ലല്ലേ? മാർക്കറ്റ് ഇവിടെ ആർക്കും അറിയത്തില്ല സംഭവം. നമുക്ക് മാർക്കറ്റ് ആക്കി എടുക്കാം ചേട്ടാ. നമുക്ക് സാധനം മാർക്കറ്റ് ആക്കി എടുക്കാം. ഇതുണ്ട്. ഇതിൽ ഇപ്പൊ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് മറ്റേ പിഴുത് കളയണം. ഇതെന്താ? ഇത് വെണ്ടക്കല്ലേ? പക്ഷെ കുരങ്ങന്മാര് വന്ന് നശിപ്പിച്ചോളാം. അതുകൊണ്ട് ഞാൻ ഇതുണ്ട് സ്പീനിച്ചിട്ടേക്കാണ്. ഇതിപ്പോ ഒരു ലൈൻ ഇളക്കിയിട്ട് ഞാൻ സ്പീനിച്ചിട്ടേക്കുന്നത്. ഓക്കെ. സ്പീനിച്ചുണ്ടോ? അത് ശരി. ഇതിപ്പം ഒരു 2 ആഴ്ച കഴിയുമ്പം റെഡിയാവും. ഓക്കെ. ഇതിപ്പോ ഇവിടെ നട്ടിരിക്കുക. അത് ശരി. ഓക്കെ.
അപ്പോൾ അതിന്റെ മേളിൽ ഇത് വെച്ചിരിക്കുന്നു അല്ലേ? അല്ലല്ല, അത് ഈ ലൈനിൽ വെണ്ട ഉണ്ടായിരുന്നാണ്, ഞാൻ പിഴുത് കളഞ്ഞത്. കാര്യം നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട്. ഓ, ഇത് ഈ ലൈൻ ഫുള്ളി നട്ട്. കാരണം സ്പിനാച്ച് അടിപൊളി. പാലക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കിട്ടും. പാലക്ക് ചീര മറ്റേ ഇത്, അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാം. പിന്നെ വേറെ പല പല സംഭവങ്ങൾ ഉണ്ടാക്കാമല്ലോ. ചീര വെച്ചുണ്ടാക്കുന്ന പോലെ തന്നെ പല സംഭവങ്ങൾ ഉണ്ടാക്കാം. പിരിയൻ മുളക് നമ്മുടെ നാട്ടില്, അതായത് എരിവ് കുറവുള്ള ടൈപ്പ്. ഓക്കെ, ആ ടൈപ്പാണ് തോന്നിയത്. അത് ശരി. അതിന്റെ ഒരു ഇത് എയർപോർട്ട് തൊട്ട് താഴെയല്ലേ? അല്ലേ? ഈ സൈഡാണ്. ഇതൊക്കെ മിനിഞ്ഞാന്നത്തെ ആയിട്ടുണ്ടായിരുന്ന കാറ്റിൽ സംഭവിച്ചതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഒടിഞ്ഞു പറഞ്ഞ് പോകാൻ ഭാഗ്യം. ഇത് ശരിക്കും നമ്മൾ സെന്റ് മാർട്ടിൽ ഉണ്ടായിരുന്ന പോലത്തെ കാറ്റൊക്കെ ഇവിടെ അടിച്ചായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ പറന്നു പോയേനെ. അതെ, ഞാൻ ഇന്നലെ ഉള്ള സ്ഥലത്ത് ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. ഇവിടെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ട് ഇതൊക്കെ ഇവിടെ ഇപ്പം നിൽക്കുന്നുണ്ട്. ഇവിടെ ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്താണോ? ഒറ്റയ്ക്ക് ചെയ്താണ്. ഓ ശരി. അപ്പൊ ഇതൊരു എക്സസൈസ് ആയിട്ടും ടൈം പാസ് ആയിട്ടും ചെയ്ത പരിപാടിയാ. ഒരു എക്സസൈസ് എന്റെ മെയിൻ ഒരു കാര്യം. പിന്നെ ഇതിൽ നിന്നൊരു ചെറിയ ലാഭം കൂടാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് സംഭവം നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് ഫുൾ സ്കെയിലിൽ കൊണ്ടുപോകണം. ഫുൾ സ്കെയിൽ ഞാനിപ്പോൾ ഒരു ഫുൾ സ്കെയിൽ ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അതിനെനിക്കിപ്പോൾ വേണ്ട ഒരു 1-2 ഐറ്റമുകൾ വേണം. ഒന്ന്, ഇവിടെ ഇപ്പം നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ബാങ്കൊക്കെ ചെയ്തു തരുന്നത് മൊത്തം അഗ്രികൾച്ചറുകാരാണ്. അവരൊന്ന് ഉഴുത് എല്ലാം റെഡിയാക്കി തരും, പൈസയും കുറവാണ്. പക്ഷെ നമുക്കിപ്പം ഉഴുകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടേ അവർ ഉഴുവുള്ളൂ, അല്ല ഒരു ലൈനോ 2 ലൈനായിട്ട് ഉഴുകും. അപ്പൊ നമുക്ക് ഈ മുളക് ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മറ്റേ ട്രില്ലറോ എല്ലാം വേണം. മനസ്സിലായി, അങ്ങനെ എക്യുപ്മെന്റ്സ് വേണം. ഞാൻ ഇപ്പൊ നാട്ടിലൊന്ന് പോണം. ഒരു ഇതില് ഇവിടെ കൈതച്ചക്ക ഒന്നും വരത്തില്ലേ? ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? കാരണം നല്ല സ്ഥലമാണല്ലോ. അല്ലേ? അതൊക്കെ ചെയ്താല് ഈ കുരങ്ങിന്റെയാണ് ഒരു പ്രശ്നമുണ്ട്. കുരങ്ങനെയൊക്കെ വഴി ഉണ്ടാക്കാം എന്തെങ്കിലുമൊക്കെ നടപടിയായിട്ട്. അപ്പൊ എന്തായാലും കണ്ടേ സന്തോഷം. ശരി, കാണാം. നിങ്ങൾ വരുമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, നമുക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൃഷിയൊക്കെ വളരെ നന്നായിട്ട് പോട്ടെ. ഞാനിപ്പോ ഇത് പറിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. വെരി ഗുഡ്. അപ്പൊ ശരി. എന്നാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഞാൻ നാളെ പോകും. ഇവിടെ അതിൽ കൂടുതൽ കാണാവുന്നില്ലല്ലോ. ഉണ്ടോ? ഇവിടെ അങ്ങനെ കാണാൻ ഒരു ദിവസം വണ്ടി ഓടിച്ച് തീർത്ത് കാണാവുന്നല്ലേ ഉള്ളൂ. അത്ര ഒരു ദിവസം അല്ലേ? നമ്മളൊക്കെ റൗണ്ടിലോട്ട് പോയിട്ട് വരുന്ന 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടാണ് പോയിട്ട്. നമുക്ക് അങ്ങനെ പോയാൽ കാണത്തില്ല, കാഴ്ചകളൊക്കെ കണ്ടു പോകണ്ടേ? നിങ്ങൾക്ക് കാഴ്ചകളാണ്. അവിടെ ഇക്കോ പാർക്കൊക്കെ കയറുന്നുണ്ടോ? അവിടെ ഒന്നും ഇല്ല, സംഭവം ഒന്നും ഇല്ല ഇപ്പൊ. പോണം. അപ്പൊ ശരി, കാണാം. ശരി, സന്തോഷം. ശരി, വളരെ സന്തോഷം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. അങ്ങനെ സുജിത്ത് നമ്മുടെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്യാനും. അപ്പൊ ഞങ്ങളിന്ന് നമ്മള് പുറത്തുനിന്ന് ചിക്കനൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ ഞാനൊരു ചിക്കൻ കറി ഉണ്ട്. 2 ഷെഫുമാർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈലിലൂടെ ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താവും നമുക്കറിയില്ല. ഇവിടെ അടുക്കള ഉണ്ടായിരുന്ന എല്ലാ പൊടികളും എടുത്തിട്ടുണ്ട്. അതിന് എന്താവും അറിയില്ല. കാണിച്ചു കൊടുത്തേ. മണം വരുന്നില്ലേ? മണല്ലേ? മണല്ലേ? വെറൈറ്റിയാ. ടേസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. മണമുണ്ടോ? മണമുണ്ടോ? അപ്പൊ നമ്മുടെ കർഷകനും എത്തിയിട്ടുണ്ട് ഇവിടെ. കർഷകൻ കം പിന്നെ പട്ടാളക്കാരൻ കം എല്ലാമായ അടിപൊളിയാവുമായിരിക്കും. എന്തായാലും നമ്മളിവിടെ ഇന്ന് പാചകമാണ് രാത്രിയില്. നമ്മള് ഇവിടെ കേരള റെസ്റ്റോറന്റ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്താ പറയുക, കേരള ഫുഡ് ഉണ്ടാക്കാന്ന് എഴുതി നമ്മള് ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറി. കരീബിയൻ ദ്വീപിലെ മലയാളി കർഷകൻ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ കറി എങ്ങനെയുണ്ട് എന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ കഴിച്ചു നോക്കിയിട്ട് ഉള്ള അഭിപ്രായം ഉള്ളതുപോലെ പറയണം. CRPF. ഓക്കെ, എങ്ങനെയുണ്ട്? അതാണ് വെറൈറ്റി ചിക്കൻ ആണോ? കാര്യോട് പറയാം. എങ്ങനെയുണ്ട്? വെറൈറ്റി ആണോ? എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കി. ജിബിനെ കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കി. ഞാൻ നാട്ടിൽ നിന്നും ഞാൻ വന്നിട്ട് ഞാൻ ഉണ്ടാക്കി തന്ന ചിക്കൻ കറിയാണ്. എല്ലാവരും എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയണം. ഉള്ളതുപോലെ പറയണം. കൊള്ളത്തില്ല എന്ന് പറയണം. നല്ലതാണെന്ന് പറയണം. നല്ലതാണെങ്കിൽ മാത്രം നല്ലതാണെന്ന് പറയാവൂ. ഇല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയണം. എങ്ങനെയുണ്ട്? അതാണ് പുളിപ്പുണ്ടല്ലേ? അതാണ് നാരങ്ങ ഇട്ട് പിഴിഞ്ഞതിന്റെയാണ് പുളിപ്പ്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ഇവിടെ ഒരു ഫിഷ് കഷ്ണം ഇവിടെ പൊരിഞ്ഞോണ്ടിരിക്കുകയാണ്. ആകെ ഒരൊറ്റ കഷ്ണമേ ഉള്ളൂ. അത് ചിക്കൻ കറി ഉണ്ടാക്കി ആള് കൊടുക്കും അല്ലേ? അങ്ങനല്ലേ? ചിക്കൻ കറി ഉണ്ടാക്കി ആൾക്ക് വെച്ചു കൊടുക്കും. യെസ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഫുഡ് ഫ്രം ഇവിടെ ഹോം മെയ്ഡ് കേരള ഫുഡ്. ചേട്ടൻ നാളെ രാവിലെ മസാല ദോശ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തരുമോ?
നല്ല തരാൻ പറ്റുമോ? നിങ്ങൾ രാവിലെ മസാല ദോശ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പായിട്ടും. ശരി, 10 മണിക്ക് ശേഷം ഞാനും ജബീനും കൂടെ വരും. ഞങ്ങൾക്ക് മസാല ദോശ വേണം. ഓക്കെ, കിട്ടും. മസാല ദോശ, ചമ്മന്തി, മസാല ദോശ, സാമ്പാർ, ചമ്മന്തി ഉണ്ടാക്കാം. സാമ്പാറെ കട കിട്ടി. നമുക്ക് ഫ്രോസൺ വാങ്ങിച്ചോണ്ട് പോവാം. രാവിലെ കട തുറക്കോ? 10 ഡോളറേ ഉള്ളൂ. നോക്കിയാൽ ഞായറാഴ്ച ആയിട്ട് ഇവിടെ ഒന്നും തുറക്കില്ല. ഞങ്ങൾ സാമ്പാർ വാങ്ങിച്ചോണ്ട് വരാം. ഓക്കെ, അപ്പൊ മസാല ദോശ കിട്ടുമോ? ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, മസാല ദോശ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടിയില്ലേ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഡേ നമ്മൾ മസാല ദോശ കഴിക്കാൻ റെഡി ആയിട്ട് പോവുകയാണ്. രാവിലെ ചേട്ടൻ നമുക്ക് വേണ്ടി മസാല ദോശ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജിബിൻ താഴെ നിന്ന് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഇവിടെ റാംസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് നമ്മുടെ സാമ്പാർ വാങ്ങിച്ചുകൊണ്ട് പോകാം. പുള്ളി ചട്നി ഉണ്ടാക്കുമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഞങ്ങൾ സാമ്പാർ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ കണ്ടായിരുന്നു ഇവിടെ മറ്റേ എന്താ പറയുക റെഡി ടു ഈറ്റ് സാമ്പാർ ഇരിക്കുന്നത്. നല്ലതാണെന്നൊന്നും അറിയത്തില്ല. ഹൽദിറാംസിൻ്റെ സാമ്പാറാണ്. നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും. ഈ പുള്ളി കണ്ടോ, കിഷു ഡി ചന്ദിരമണി എന്ന് പറഞ്ഞ ആള്. ഈ പുള്ളിയാണ് ഇവിടെയുള്ള ഈ റാംസ് എന്ന് പറഞ്ഞ ഈ സൂപ്പർ മാർക്കറ്റുകളുടെയും പല ശൃംഖലകളുടെയൊക്കെ മുതലാളി. പുള്ളി 2014 മരണപ്പെട്ടു പോയി. പക്ഷെ എന്നിരുന്നാലും എന്ത് എവിടെ നോക്കിയാലും റാംസ് ആണല്ലോ. നമ്മൾ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ദുബായിലൊക്കെ പോകുമ്പം കാണത്തില്ലേ, മുക്കിനും മൂലയ്ക്കും ലുലു. അതേപോലെ ഇവിടെ മൊത്തം അവിടെ ഇവിടെയുള്ള റാംസ് ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ വലിയ ഈ മുമ്പിൽ കാണുന്ന സെറ്റപ്പ് ഉണ്ടോ, അത് ഇവരുടെ ക്യാഷ് ആൻഡ് ക്യാരി എന്നും പറഞ്ഞുകൊണ്ട് ബൾക്ക് ആയിട്ട് സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഇവരുടെ സംഭവമാണ് ആ കാണുന്നത്. അതും റാംസിൻ്റെ തന്നെയാണ്. അതിൽ ഇവിടുത്തെ വലിയ വമ്പൻ ഹോൾഡുള്ള ഒരു വമ്പൻ ബിസിനസ് ടീമാണ് അവർ, അത് ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ കൃഷിക്കാരൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കൃഷിക്കാരൻ്റെ വീടിൻ്റെ സമീപത്ത് തന്നെ ഇവിടെയും കൃഷിയുണ്ട്. പുള്ളി എവിടെ സ്ഥലം കിട്ടിയാലും പുള്ളി എന്തെങ്കിലുമൊക്കെ നടുവല്ലേ, അത് കൊള്ളാം. നല്ല ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ വാഴയൊക്കെ നിൽപ്പുണ്ട്. വാഴ നട്ടിട്ടേ ഉള്ളൂ. വാഴ ഇങ്ങനെ കൊലച്ച് വരണം. പിന്നെ അവിടെ പുറകിൽ പപ്പായ ഉണ്ട്, പിന്നെ മുളകുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസ്. അതെന്തായാലും നല്ല ഒരു പരിപാടിയാണ്. ഇവിടുത്തെ ഒരു നെയ്ബർഹുഡ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ആൾക്കാർ വളരെ കുറവല്ലേ, ആകെ 50,000 പേരല്ലേ ഉള്ളൂ ഈ ഒരു ദ്വീപിൽ. തിരുട്ട് സംഘത്തിൽ വമ്പൻ കള്ളികളോ, തിരുട്ട് സംഘത്തിൽ വമ്പൻ കള്ളികളോ. ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തായി? ഞങ്ങള് സാമ്പാർ വാങ്ങിച്ചോണ്ട്. നിങ്ങൾ ദോശ ഉണ്ടാക്കുന്നില്ലേ? മസാല ദോശ ഇവിടെ കടുക് വറുത്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് പറമ്പിൽ പോയിട്ട് എന്തുവാ അത്, കറിവേപ്പില പറിച്ചോണ്ട് വരാം. പുതിനയില എടുക്കാം. എല്ലാ സംഭവങ്ങളും ഉണ്ട്. സാമ്പാർ എങ്ങനെയുണ്ട്? ഇത് ഹൽദിറാംസ് നല്ലായിരിക്കും എന്ന് വിചാരിക്കുക. ഇത് കണ്ടോ, ഇതാണ് ഫ്രോസൺ സാമ്പാർ. നോക്കി, ഇത് ഇങ്ങനെ സെറ്റായിരിക്കും. ഇത് നമ്മൾ ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും സാമ്പാറായി. ചേട്ടൻ ഇന്നലെ മസാല ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇത് മസാല ദോശ അല്ലെന്നേ, സെന്റ് കിറ്റ്സിലെ ഒരു ദോശ, ഒരു സ്ട്രീറ്റ് ഫുഡാണ് ഇത്. എന്താണെങ്കിലും ചേട്ടൻ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ചേട്ടന്റെ ആ ഒരു വലിയ മനസ്സിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കൃഷിയൊക്കെ വളർന്ന് പന്തലിച്ച് അപ്പോഴത്തേക്ക് ഞാനൊരു വലിയ എന്താ പറയാ കോടീശ്വരനായി മാറട്ടെ. കൃഷി കോടീശ്വരനായി മാറട്ടെ. ആ സാമ്പാർ നമ്മൾ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കിയപ്പോഴത്തേക്കിനും കണ്ടില്ലേ, ഇത് ഇങ്ങനെയായി കണ്ടില്ലേ. നല്ല മണമുണ്ട്. അങ്ങനെ മനോജേട്ടൻ ഉണ്ടാക്കി തന്ന നമ്മുടെ മസാല ദോശ, സെയിന്റ് കിറ്റ്സ് മസാല ദോശ വിത്ത് ചട്നി ആൻഡ് ഹൽദിറാംസ് സാമ്പാർ പോരെ. ഹൽദിറാംസ് റെഡിമെയ്ഡ് സാമ്പാർ നമ്മളിവിടെ കഴിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ ചേട്ടാ, സൂപ്പറായിട്ടുണ്ട് ചേട്ടാ. ഞാൻ 4 ദോശ കഴിച്ചേട്ടാ. 4 ദോശ 40 പിന്നെ ചട്നിയും കൂടെ കൂട്ടിയിട്ട് ഒരു 60. ഞാൻ എക്സ്ട്രായും കൂടെ തന്നേക്കാം പോരെ. വയറ് നിറഞ്ഞു ഗൈസ്, വയറ് നിറഞ്ഞു. ഞാൻ ഈ ഉടുപ്പ് കറക്റ്റ് ആയിരുന്നു, ഒന്ന് ലൂസായി വന്നു അതിൻ്റെ കൂടെ ചേർത്ത്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം പോയി. എന്തായാലും ഞാൻ ചേട്ടന് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തു. ചേട്ടൻ എനിക്ക് മസാല ദോശ ഉണ്ടാക്കി തന്നു. ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, അടിപൊളി വെറൈറ്റി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഹറിക്കെയിൻ സീസൺ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാണ് നമുക്ക് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല, ഇനിയും വരും. കഴിഞ്ഞ ദിവസം കാറ്റും പേമാരിയും അതും ഇതും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും എന്തൊക്കെയായിരുന്നു. ഇന്നലെ ഇച്ചിരി ക്ലൗഡി ആയിരുന്നു. ഇന്ന് കണ്ടില്ലേ, നല്ല വെയിൽ, ഒരു ഇതുമില്ല, നല്ല അടിപൊളി കാലാവസ്ഥ.
അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. സെയിൻറ്റ് കിറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണടിച്ച് പോകുന്ന വെയിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് നല്ല അടിപൊളി ഒരു വ്യൂ കാണാം. ആ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഓ വാവ്, ഇത് അടിപൊളി. നോക്കിയേ, നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനാണ് ഈ കാണുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യനും കരീബിയൻ സീയും, അതായത് രാജ്യത്തിൻ്റെ അപ്പുറം അപ്പുറം അറ്റ്ലാന്റിക് ഓഷ്യനും കരീബിയൻ സീയും. പിന്നെ ഇവിടെ ഒരു ടണൽ കാണാം. ആ ടണലിനകത്തൂടെ ഒരു റോഡുണ്ട്. ആ ഒരു റോഡ് വഴി കറങ്ങിത്തിരിഞ്ഞ് താഴെ ഇറങ്ങിപ്പോയി വീണ്ടും ആ മലയുടെ മേളിലോട്ട് അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ്. ദൂരെയൊക്കെ കുറേ മലകൾ കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഫ്രിഗേറ്റ് ബേ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളും അതേപോലെ തന്നെ ബീച്ച് ഫേസിങ് സംഭവങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന സ്ഥലമാണ് ഈ ഫ്രിഗേറ്റ് ബേ എന്ന് പറയുന്നത്. ആ ഫ്രിഗേറ്റ് ബേ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഈ കാണുന്ന ആട് പോലെ കിടക്കുന്ന ഈ ഒരു റോഡിലൂടെ നമ്മൾ കയറി വരുമ്പോഴത്തേക്കിനും വളരെ മനോഹരമായിട്ടുള്ള ഒരു കിഡിലിൻ്റെ ഒരു ലുക്കൗട്ട് പോയിന്റ് ഉണ്ട്. ആ ലുക്കൗട്ട് പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കുറച്ച് വണ്ടികളൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഇന്ന് കപ്പൽ എന്തോ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഈ ഒരു വണ്ടികളൊക്കെ ഇവിടെ കാണുന്നത്. സെയിൻറ്റ് കിറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള പോയിന്റ്. പിന്നെ ഇവിടെ കാണുന്ന നല്ല അടിപൊളി ഒരു വ്യൂ കണ്ട, എന്താ അല്ലേ. എന്തായാലും കിടിലം വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോഴത്തേക്കിനും. നമുക്ക് ഇവിടെ ഒരു ടണലൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഇവർ. എനിക്ക് തോന്നുന്നു ഈ കരീബിയൻ രാജ്യത്ത് ആകെയുള്ള ടണൽ എന്ന് പറയാനായിട്ട് ചിലപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ എവിടെയും ടണൽ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ ഒരു മലയുടെ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് നല്ല കിടിലം ബീച്ചുകൾ കാണാം. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഡ്രോണൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നമ്മൾ ഒരു ചെറിയൊരു ഡ്രൈവ് പോകാമെന്നിങ്ങനെ വിചാരിച്ച് ഇവിടെ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന ആ കറുത്ത നിറത്തിലെ ഞങ്ങളുടെ ഹോണ്ട കാർ ഇപ്പോൾ നമ്മൾ ആ ടണലിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ആ ടണലിൽ കയറിയിട്ട് ടണലിൽ കയറുമ്പോഴത്തേക്കിനും ഡ്രോൺ എന്ത് ചെയ്യും? ഡ്രോൺ ടണലിൽ കൂടെ കയറിപ്പോണോ? വേണ്ടല്ലോ, നെറ്റ്വർക്ക് പോവോ? എനിക്കറിയില്ല. എന്തായാലും നമ്മളെ വണ്ടി നമ്മൾ ടണലിൽ കയറി. ഈ കാണുന്ന ഈ ഒരു ചെറിയ ടണലാണ് നമുക്ക് ഈ ഒരു റോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് ടണലിൽ കയറുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും നമുക്ക് ഡ്രോണിൻ്റെ നെറ്റ്വർക്കൊക്കെ പോകേണ്ടതാണ്. പക്ഷേ നെറ്റ്വർക്ക് പോയിട്ട് ഞാൻ തിരിച്ചിപ്പുറത്ത് എത്തിച്ചു ഗൈസ്. സക്സസ്. എന്തായാലും നമുക്കിങ്ങനെ ഈ ഒരു വണ്ടി ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഫോളോ ചെയ്ത് ഡ്രോൺ ശരിക്കും നമുക്ക് പല രീതിയിൽ പറപ്പിച്ചു വിടാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും സംഭവം നമ്മളിങ്ങനെ മാനുവലി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും അയ്യോ വണ്ടിയോടെ ആ വണ്ടി കാണാം, എനിക്കിങ്ങനെ ഇടയ്ക്ക് കാണാം. ഇതെല്ലാം സോളാം. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് താഴെ ഇറങ്ങുവാണല്ലേ, ഈ മല താഴെ ഇറങ്ങുക നമ്മൾ. ഓ അത് ശരി. നമ്മൾ ആ ഒരൊറ്റ കറക്കത്തിൽ നമ്മൾ ശരിക്കും മല താഴെ ഇറങ്ങി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ശരിക്കും ഈ മല ഇടിച്ച് പൊളിച്ച് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ റോഡ് പണിത് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്കും ഈ രാജ്യത്തിൻ്റെ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കോഴിക്കാല് പോലെ ഇരിക്കുന്ന പ്രദേശമെന്ന്. അപ്പോൾ ആ കോഴിക്കാല് പോലെ ഇരിക്കുന്ന പ്രദേശത്തിൻ്റെ കാലിൻ്റെ ആ കൈ പിടിക്കുന്ന ഭാഗം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്നാണ് ഈ രാജ്യം ശരിക്കും നമ്മൾ എവിടെ പോകുന്നത്? നെവിസിലേക്ക് പോകുന്നത് അല്ലേ? യെസ്, അതെ. എവിടെയെങ്കിലും നിർത്തണം, മതി, ഡ്രോണൊക്കെ ദൂരെയാ, ചേട്ടൻ പറപ്പിക്കുക. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഏരിയ. ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് ഇവിടുത്തെ നമ്മൾ ഈ ശരിക്കും ആ റൗണ്ട് ട്രിപ്പ് പോയില്ലേ, ആ റൗണ്ട് ട്രിപ്പ് പോയതിലും നല്ല അടിപൊളി ഒരു ഏരിയ ആണ് എനിക്ക് ഇതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഏരിയ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രദേശമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതെന്ത് കുളം ഇത്? അത് എടുത്തിട്ട് പോണ്ട്, ഇവിടുത്തെ വെള്ളം കയറി ആണല്ലേ. പക്ഷെ ആ കുളത്തിൽ മാത്രം കളർ വ്യത്യാസമുള്ള വെള്ളം നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് നമ്മളങ്ങനെ ഏതോ ഒരു ബീച്ചിൻ്റെ സൈഡിലേക്ക് നമ്മുടെ ആ ഒരു കറുത്ത കാറിനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും ഇവിടുത്തെ മറ്റേ കഴിഞ്ഞ ദിവസത്തെ ജെറിയിലായിരിക്കും ആ ബീച്ചൊക്കെ നശിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ബീച്ച് ഒരു കാണാൻ ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ, അതുമാത്രമല്ല കടലിങ്ങനെ കയറി വന്ന് ബീച്ചില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലേ ആ മഴയുടെ എഫക്റ്റൊക്കെ മാറിയിട്ട് പഴയ രീതിയിൽ വീണ്ടും ആ കളർഫുൾ ബീച്ചുകളിലേക്ക് തിരിച്ചു വരുള്ളൂ. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഒരറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് ഇവിടെ നിന്ന് നെവിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ മറ്റേ ഐലൻഡിലേക്കുള്ള ഫെറിയാണ്. ഇതിൽ കാറൊക്കെ കൊണ്ടുപോകാൻ പറ്റും, പാസഞ്ചേഴ്സിനും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഐലൻഡിൽ നിന്നും അപ്പുറത്തെ ഐലൻഡിലേക്ക് പോകാനായിട്ട് ഇതുപോലുള്ള ഫെറി യൂസ് ചെയ്യാം. അവിടെയും അവർക്ക് എയർപോർട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലേ? ഒരു എയർപോർട്ട്, ഒരു ചെറിയൊരു എയർപോർട്ട് അവിടെയുണ്ട്. അതായത് സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ് എന്ന് പറയുന്നത് ഈ ഒരു രാജ്യത്തിൻ്റെ 2 ഐലൻഡാണ്. സെയിൻറ്റ് കിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്, നെവിസ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ മറ്റൊരു ഐലൻഡ്. അപ്പോൾ ആ ഐലൻഡിലും വളരെ കുറച്ച് ആൾക്കാരെ താമസമുള്ളൂ. അതിൻ്റെ നടുഭാഗം മൊത്തം മലയാണ്. അതിൻ്റെ ചുറ്റിനും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്ലെയിൻ ലാൻഡ്, അത്തരത്തിലുള്ള സംഭവം.
ഞങ്ങളിപ്പോൾ വേറൊരു ബീച്ചിലെത്തി. ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ വരുന്ന ബീച്ചാണ്. പക്ഷേ ഇത് കണ്ടില്ല, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പായലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വന്ന് അതേപോലെ കളറൊക്കെ മാറി ഇതൊക്കെ ആ ഒരു കാറ്റടിച്ചതിൻ്റെ പ്രശ്നമാണ്. നമ്മളിപ്പോൾ നമ്മുടെ സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസിൽ നെവിസ് ഐലൻഡിൻ്റെ വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. ആ കാണുന്നതാണ് നെവിസ് ഐലൻഡ്. ഇവിടെ നിന്ന് പാസഞ്ചേഴ്സിന് പോയിട്ട് വരാനായിട്ട് സ്പീഡ് ബോട്ടും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഐലൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ബീച്ചിൽ വരും. അതാണ് വീക്കെൻഡിൽ അവരുടെ മെയിൻ കലാപരിപാടി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള എന്റർടൈൻമെന്റ് ഉണ്ടോ? എന്താണ് നിങ്ങളുടെ ഇവിടുത്തെ എന്റർടൈൻമെന്റ്? സിനിമ തിയേറ്റർ ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ഇവിടെ മിക്കപ്പോഴും ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇതുണ്ടാവും, ഹിന്ദി ഫിലിം ഉണ്ടാവും. ആണോ? അത്രയും ആൾക്കാരുണ്ടല്ലേ? അങ്ങനെ നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റും ബാറും പ്രൈവറ്റ് ബീച്ചും ഒക്കെ കൂടെയുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബിയർ അടിക്കാം, കള്ളു കുടിക്കാം, ഫുഡ് കഴിക്കാം, ബീച്ചിൽ കുളിക്കാം. ആയി സെറ്റപ്പ് ആണല്ലോ. ഈ കാണുന്ന ചെയർസൊക്കെ നമുക്ക് ഇറ്റ്സ് അവൈലബിൾ ഫോർ റെൻറ്റ്, അങ്ങനെയാണ് പരിപാടിയെ. നമുക്ക് ആ ചെയർസൊക്കെ നമുക്ക് റെൻറ്റിന് എടുക്കാം, എന്നിട്ട് അവിടെ ഇരിക്കാം. അതാണ് ഇവിടുത്തെ പരിപാടികളെന്ന് പറയുന്നത്. സോ ദർ ആർ മെനി പീപ്പിൾ ഹിയർ. ഞാൻ എന്തായാലും കടലിലിറങ്ങാൻ വേണ്ടി സജ്ജമായി റെഡിയായി വന്നിരിക്കുകയാണ്. എന്താല്ലേ, ബീച്ചിൽ കിടക്കുന്ന ആൾക്കാർക്ക് വരെ ഇവർ ഡ്രിങ്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. വമ്പ സെറ്റപ്പ്. അതായത് സ്വന്തമായിട്ടൊരു ബീച്ച്, വളരെ ഷാലോ വാട്ടറുള്ളൊരു സ്ഥലം, നല്ല അടിപൊളി ആംബിയൻസ്, ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരുന്നു. നല്ല കിടിലം ബാറ്, തെങ്ങൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. അതുകൊണ്ട് ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാതെ തണലത്തിരുന്ന് ഇങ്ങനെ ഇരിക്കാം കുറേ നേരം. ഫുഡൊക്കെ കഴിച്ച് ബിയർ കഴിച്ച് ഇങ്ങനെ ചില്ലായിട്ടിരിക്കാം. നല്ലൊരു സ്ഥലം. ഇതാണ് ഇവിടുത്തെ ബിയർ, സ്കോൾ ലാഗർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബിയറാണ് സ്കോൾ. ഇത് പ്രോഡക്റ്റ് ഓഫ് സെയിൻറ്റ് കിറ്റ്സ് ആൻഡ് നെവിസ് ആണ്. ഇവർക്ക് ഇവിടെ എല്ലാ രാജ്യങ്ങൾക്കും ഇവർക്ക് സ്വന്തമായിട്ട് ബിയറും സ്വന്തമായിട്ട് റമ്മും ഉണ്ടാവും. റമ്മാണ് ഇവരുടെ മെയിൻ ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇവിടെ കരീബിയൻ ഫേമസ് സാധനങ്ങളെന്ന് പറയുന്ന റമ്മാണ്. എല്ലാ രാജ്യങ്ങൾക്കും അവർക്ക് റമ്മുണ്ടാവും. അതിനിടയ്ക്ക് ഒരു ചെറിയൊരു മഴ പെയ്തിട്ട് ഇപ്പോൾ മഴയൊന്ന് കുറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ചെറിയൊരു മഴ, ഒരു 5 മിനിറ്റ് പെയ്തു, അത്രേ ഉള്ളൂ, ഒന്ന് നനയ്ക്കാൻ വേണ്ടി. ഇത് ഈ പ്രാവശ്യം ഇതിന്റെ കാറ്റത്ത് വന്നാ തോന്നുന്നു, മൊത്തം ചെളിയാ, സാൻഡ് അല്ല, ഫുള്ള് ചെളിയാ താഴെ. ഞാൻ അടിച്ച് കയറ്റിയേക്കണേ. അത് നല്ല ആഴമുണ്ട്, ചെളി അടിച്ച് അതിന്റെ ബീച്ചിന്റെ കടലിലെ ഭംഗി പോയി. ഞങ്ങളിങ്ങനെ ബീച്ചിലൊക്കെ ഇറങ്ങി ഒന്ന് ഇരിക്കാന്ന് കരുതി വന്ന, പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ആകെ മഴയും മറ്റുമൊക്കെ ആയിട്ട് ആ പ്ലാൻ അങ്ങോട്ട് ഞാൻ ഇറങ്ങിയിട്ട് കയറി, പക്ഷെ വീണ്ടും ഇറങ്ങാൻ തോന്നുന്നില്ല. എല്ലാവരും തിരിച്ചു കയറി. ചെറിയൊരു മഴയും മൂടാപ്പൊക്കെ ആയിട്ട്. വെയിലുണ്ടെങ്കിലേ ഒരു ഗുമ്മുള്ളൂ ബീച്ചിലേക്ക്, വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഇവിടെ കണ്ടില്ലേ ആൾക്കാർ വന്നില്ലേ, ആൾക്കാർ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് ഗ്രില്ല് ചെയ്യുന്നു. അവർ ഫുൾ സെറ്റപ്പിലാണ് വരുന്നത് കണ്ടില്ലേ, ബോർഡും ബോക്സും സാധനങ്ങളൊക്കെ ആയിട്ട്, ഗ്രില്ലും പരിപാടികളൊക്കെ ആയിട്ട്, ബിയറും കള്ളും എല്ലാ പരിപാടികളും കൊണ്ടുവന്ന് ഇവിടെ സീ സൈഡിൽ അവരിങ്ങനെ റിലാക്സ് ചെയ്യും, എൻജോയ് ചെയ്യും. ഈ സംഭവം നമ്മുടെ അടുത്തുണ്ട്. ആ ചേട്ടനെ, നമ്മുടെ നാട്ടിലെ ഒരു ബീച്ചിലോട്ട് 2 ബിയറിന്റെ കുപ്പിയും ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിട്ടൊന്ന് പോകും. ആദ്യം നാട്ടുകാർ ഓടിക്കും, പിന്നെ പോലീസ് വന്ന് ഓടിക്കും. ഞാൻ പറഞ്ഞ പിന്നെ നമ്മൾ അലമ്പാക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞ നാട്ടിലെ കാര്യമല്ല, ഇവിടുത്തെ കാര്യമാണ്. ആ അതെ അതെ, ഇതൊക്കെ ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വിട്ട് കൊണ്ടുപോകാൻ എല്ലാവർക്കും അറിയുള്ളൂ. കൺട്രോളിൽ നിന്ന് ചെയ്യാൻ ആർക്കും ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് എല്ലാം പ്രശ്നം. ഞാനിപ്പോൾ ഇവിടുത്തെ മറ്റൊരു ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഒരു ബേസ് ട്രിപ്പ് എന്ന് പറഞ്ഞുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ മറ്റൊരു ബീച്ചിനോട് സമീപമായിട്ട് ഇതുപോലെയുള്ള ധാരാളം റെസ്റ്റോറൻറ്റുകളും ബാറുകളും ഉണ്ടാവും. അതാണ് ഈ ഒരു സ്ഥലം. ഇവിടെ മങ്കി ബാറുണ്ട്, പിന്നെ ഈ കാണുന്നതൊക്കെ ഓരോരോ റെസ്റ്റോറൻറ്റുകളും ബാറുകളുമാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വൈകുന്നേരങ്ങളിലാണ് സജീവമായി വരിക. രാത്രിയിൽ ഒരു 12 മണി 1 മണി വരെയൊക്കെ ചിലപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളും അതേപോലെ തന്നെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. പകൽ സമയത്തൊക്കെ ആൾക്കാർ കുറവായിരിക്കും. ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് കപ്പലൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ നിറച്ച് ഭയങ്കര തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ആൾക്കാർ ആരുമില്ല. ഈ റെസ്റ്റോറൻറ്റുകളുടെ ഗുണം എന്ന് പറയുന്നത്, ഈ റെസ്റ്റോറൻറ്റുകളിൽ കയറി ഫുഡും കഴിച്ച് ബിയറും കഴിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് നല്ല ബീച്ച് ആക്സസും ബാക്കിയുള്ള പരിപാടികളും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഇവർ ഇന്ത്യക്കാരാണോ? ഇന്ത്യക്കാരെ പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ഇതിലൂടെ പോയപ്പോഴും കുറേ ഇന്ത്യക്കാർ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. പിള്ളേർ കുറേ പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മിക്സഡാ, എല്ലാവരും ഉണ്ട്. ലേൺ ടു സ്വിം ആൻഡ് സെയിൽ. എല്ലാവരും ബീച്ചിൻ്റെ സൈഡിൽ വന്നിരുന്ന് ഫുഡും കഴിച്ച് ചില്ലായിട്ടിരിക്കുകയാണ്. ഇവിടെ കുറേ പേര് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇനി നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തൊക്കെയുണ്ട്?
ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തോടെ തീർന്നു. എന്തെങ്കിലും ഉണ്ടോ ഇനി ബാക്കി? ഇനി തിരിച്ചു പോവാം. ഇനിയൊന്നും ഇല്ലല്ലോ. ഇനി നിങ്ങൾക്കുള്ളത് എയർപോർട്ടാണ്. എയർപോർട്ടാണ് കൊണ്ട് തള്ളുവാണ്. എയർപോർട്ടിന്റെ ഡിപ്പാർച്ചർ ഏരിയ. വേറെ തീർന്നു അല്ലേ? അതെ. വളരെ ചെറിയൊരു രാജ്യം. ചുമ്മാ കണ്ടു തീർക്കാനാണെങ്കിൽ ഒരു ഫുൾ ഡേ മതി. പിന്നെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാനാണെങ്കിൽ എത്ര ദിവസം വേണേലും വരാം. ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരീബിയൻ രാജ്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഒരു ഈക്വൽ റേഞ്ചിലാണ്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റേ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യം. പല ബഡ്ജറ്റിലുള്ള സ്റ്റേ എന്ന് പറയുമ്പോഴത്തേക്കിനും അഫോർഡബിൾ ആയിട്ട് താമസിക്കാൻ പറ്റുന്നത് എയർബിഎൻബികളാണ്. എയർബിഎൻബികൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വീട് കിട്ടും, സ്വന്തമായിട്ട് കുക്ക് ചെയ്തൊക്കെ കഴിക്കാം. ബീച്ച് സൈഡിലുള്ള എയർബിഎൻബി കിട്ടും, പിന്നെ അല്ലാത്ത എയർബിഎൻബികൾ കിട്ടും. അങ്ങനെ പല സംഭവങ്ങളും കിട്ടും. റിസോർട്ടുകളൊക്കെ എങ്ങനെ വേലും ഒരു $200-300 $300 ഒക്കെ മിനിമം ആയിരിക്കും. $300 മേലെ ആയിരിക്കും, ഡോളേഴ്സ് അതിന് മേലെ ആയിരിക്കും റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തി. തിരിച്ച് പോകാനായിട്ട് എയർപോർട്ടിലെത്തി. എടുത്തു. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ കുഞ്ഞ് എയർപോർട്ട്, വെരി സ്മോൾ എയർപോർട്ട്സ്. ഇത്രേ ഉള്ളൂ. അങ്ങേറ്റം പോലെ ഇങ്ങേറ്റം വരെ. അവിടെ അറൈവൽ, ഇവിടെ ഡിപ്പാർച്ചർ. ഈ രാജ്യത്ത് നിന്ന് ആകെ പുറപ്പെടുന്നത് ഏകദേശം ഒരു 10-12 വിമാനങ്ങളാണ് ഒരു ദിവസം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അത്രേ ഉള്ളു, 10-12 ഉള്ളു, കൂടുതലൊന്നുമില്ല. ഞാൻ നോക്കിയതാ. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ. നിങ്ങൾ നാട്ടിൽ വരുമല്ലേ അല്ലേ? കൊച്ചിക്കാരൻ. അപ്പോൾ പുള്ളി എത്രയും പെട്ടെന്ന് സെയിൻ കിറ്റ്സ് മതിയാക്കി നാട്ടിൽ വരുമെന്നാ പറയുന്നത്. മതിയാക്കി വരത്തില്ലേ? എന്തായാലും 25-26 വർഷമായിട്ട് ഈ ഒരു ദ്വീപില് ജീവിച്ച നിങ്ങളെ സമ്മതിക്കണം. ഭയങ്കര ഒരു റിലാക്സ്ഡ് ലൈഫാണ്. പറഞ്ഞ പോലെ ഇതുപോലെയുള്ള ദ്വീപുകളിൽ ജീവിതം എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു ടൈപ്പാണ്. അത് ഇവിടെ വന്നു കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ നാട്ടിൽ വന്നു കഴിയുമ്പോൾ നാടുമായിട്ട് പൊരുത്തപ്പെടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും സാധാരണയായിട്ടും. ഇതുപോലെയുള്ള ശാന്തസുന്ദരമായ ജീവിതത്തിൽ നിന്നും ബിസി ലൈഫിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നാട്ടിൽ വരുമ്പോൾ കാണാം, ഉറപ്പായിട്ടും. സി യു ബൈ ബൈ. കാണാം ബൈ. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, ശരിയപ്പാ. ബൈ. കാണോട്ട് ഉറപ്പായിട്ടും. തീർച്ചയായും.